ഹായ് കൂട്ടുകാരെ, ഇന്ന് തേങ്ങ വറുത്തരച്ചൊരു ചിക്കൻ കറിയായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി ഒരു നാടൻ കറിയാണ്. അപ്പം നമുക്കത് പാചകം ചെയ്യാം. ഉരുളി അടുപ്പിൽ വെച്ചു, എണ്ണ ഒഴിച്ചു. നമുക്ക് പട്ട, ഗ്രാമ്പൂ, അതിനകത്തുള്ള കുഞ്ഞു കുഞ്ഞു ഐറ്റങ്ങൾ, പിന്നെ പെരിഞ്ജീരകം മസ്റ്റായിട്ട് ഇത്തിരി കൂടുതൽ വേണമെങ്കിലും ചേർത്തോ കേട്ടോ, നല്ല ടേസ്റ്റാണ്. പിന്നെ വയനയിലയുടെ ഒരു പീസ് അതിലുണ്ടായിരുന്നു, അത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഉള്ളതുകൊണ്ട് ഇട്ടതാണ്. അപ്പോൾ നമുക്കതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ തിരുമ്മി വെച്ചേക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇതിപ്പം കുറച്ചേ ഉള്ളൂ, ഞാനൊരു കുഞ്ഞ് ഒരു തേങ്ങ എടുത്ത്. നിങ്ങൾക്ക് കുറച്ചും കൂടെ തേങ്ങ വേണമെങ്കിൽ എടുക്കാം കേട്ടോ, എന്നാലും നല്ല ടേസ്റ്റാണ്. അരപ്പൊക്കെ തോനെ വേണമെങ്കിൽ കുറച്ചുകൂടെ എടുക്കാം. അപ്പോൾ നമുക്കത് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഞങ്ങളിവിടെ പുറത്തിട്ടാണ് പാചകം. പുറത്തടുപ്പിൽ ചോറ് വെച്ചേണ്ട അടുപ്പിൽ, കാര്യം വെളിയിലാകുമ്പോൾ ഇത്തിരി നല്ല അന്തരീക്ഷമല്ലേ, അങ്ങനെ വെളിയിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇത്തിരി ആവശ്യത്തിന് ഇട്ട് കൊടുക്കും കേട്ടോ, നല്ലതാണ് കറിവേപ്പില. പിന്നെ ഞാൻ ഇതിൻ്റെ സവാള, ഉള്ളി എല്ലാം അരിഞ്ഞ് വെച്ചിരുന്നു. അപ്പോൾ ഇതിൻ്റെ വീഡിയോ എടുത്തത് കട്ടായിപ്പോയി. ഇപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി ഇതെല്ലാം അരിഞ്ഞ് വെച്ചിരുന്നതാണ്. അപ്പോൾ ഞാൻ ഇടുമ്പോൾ പറഞ്ഞു തരാം കേട്ടോ. അപ്പോഴത്തേക്ക് തേങ്ങ ഒന്ന് മൂത്ത് വരട്ടെ. കറിവേപ്പിലയൊക്കെ ഇട്ട് അടുത്ത കുരുമുളക് കുറച്ചും കൂടി ഇട്ട് കൊടുത്തു. നമ്മൾ കുരുമുളക് ഒരു 8-10 കൂടുതൽ ഇട്ട് കൊടുക്കുക. കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ തേങ്ങ ഒരുവിധം മൂക്കണം കേട്ടോ. തേങ്ങ ഒരുവിധം നല്ല അതിൻ്റെ ഒരു പരുവുണ്ടല്ലോ, നമ്മൾ ഇതേപോലെ മൂത്ത് വന്നതിന് ശേഷം നമ്മളെ പൊടികൾ ചേർക്കാവൂ, അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് മൂത്തു പോകും. അപ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി നമ്മളിവിടെ പൊടിച്ചതാണ്, അങ്ങനെ കാശ്മീരി മുളക് പൊടി അല്ല കേട്ടോ, അതുകൊണ്ട് കളർ അത്ര കുറവായിരിക്കും. ഇത് നാടൻ പൊടിയാണ്. 2-2.5 കരണ്ടി മുളക് പൊടി, അതേപോലെ തന്നെ മല്ലിപ്പൊടി 3 കരണ്ടിയോളം ഇട്ട് കൊടുക്കാം. മുളക് പൊടി കുറച്ചുകൂടെയൊക്കെ അരിയൊക്കെ വേണമെങ്കിൽ ഇടാം. ഇവിടെ അത് എരിയുള്ള മുളക് പൊടിയാണ് കേട്ടോ ഇത്, അതുകൊണ്ടാണ് അത്രയും. പിന്നെ കൊച്ചുങ്ങളൊക്കെയാണ് കഴിക്കുന്നത്, മക്കളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഒരുപാട് അരി വേണ്ടാന്ന് വെച്ചു. ഇനി നമ്മൾ പൊടി മൂത്ത് വരുന്നുണ്ട്. കറക്റ്റ് മൂക്കട്ടെ, ഇച്ചിരി മൂക്കണം. അത് ഈ പരുവം ഞാൻ കാണിച്ചേക്കുന്ന പരുവത്തിൽ മൂപ്പിച്ചെടുക്കണം കേട്ടോ, എന്നാലാണ് ആ കറിയുടെ ടേസ്റ്റ് വരുന്നത്. അപ്പം നമുക്ക് വാങ്ങി വയ്ക്കാം. കണ്ടോ, ഈ പരുവമായിട്ടുണ്ട്. ഇനി നമുക്ക് അമ്മിയിലിട്ട് അരച്ചിടാം. അരലിലിട്ട് അരച്ചാൽ ഞാൻ എടുക്കുന്നത്, നിങ്ങൾക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. നമ്മളിവിടെ കല്ല് ഉപയോഗിക്കുന്നതുകൊണ്ട് ഞാൻ എടുക്കുന്നതിനകത്ത് എൻ്റെ മോളിവിടെ മൈലാഞ്ചിയൊക്കെ അരച്ച് കുളമാക്കി വെച്ചിരുന്നതാണ്. ഞാൻ പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ കഴുകി വൃത്തിയാക്കി എടുക്കുകയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അവൾക്ക് മൈലാഞ്ചി അരപ്പൊക്കെ ഉണ്ട് ഇതിനകത്ത്, അതിൻ്റെ വേസ്റ്റൊക്കെയാണ് ഇത് അവിടെ സൈഡിൽ കിടക്കുന്നത്, മൈലാഞ്ചി അരച്ചതിൻ്റെ. അപ്പോൾ നമുക്കിതെല്ലാം അരച്ചിങ്ങനെ എടുക്കാം. നമ്മൾ കൊച്ചുള്ളിയാണ് നമ്മളിതിനകത്ത് കൂടുതൽ ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. നമ്മളെ കറിക്ക് കൊച്ചുള്ളി ഒരു 250-300 ഗ്രാമോളം, അത് ഇച്ചിരി ഉണ്ട്. എന്നിട്ട് സവാള ഞാൻ 2 എടുത്തിട്ട്, 2 സവാളയും, കാര്യം ഇച്ചിരി അരപ്പും അതൊക്കെ വേണ്ടേ. ഉള്ളിയൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന്, നമുക്ക് അറിയാമല്ലോ നമ്മൾ ചിക്കൻ എത്ര അതനുസരിച്ച്. പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ ചതച്ച് വെച്ചേക്കുക. പിന്നെ 2 തക്കാളി, ഒരു 3-4 പച്ചമുളക്, ഇതെല്ലാം നമ്മളവിടെ അരിഞ്ഞ് സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് എടുത്ത വീഡിയോ കട്ടായിപ്പോയി, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ സെപ്പറേറ്റ് എടുത്ത് പറഞ്ഞത്. അപ്പം നമ്മൾ തേങ്ങ വറുത്തെടുത്ത ഉരുളി തന്നെ നമ്മളങ്ങോട്ട് എണ്ണ ഒഴിച്ചു. ഞാൻ ഇതിനകത്ത് ഒരുപാട് എണ്ണയൊന്നും ഒഴിച്ച് ഇതാക്കുന്നില്ല, കാര്യം എനിക്ക് എണ്ണ കുറച്ചൊക്കെ ഉപയോഗിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിരുന്നത് നമ്മൾ ഇട്ട് കൊടുത്ത്, അതൊന്ന് നമുക്ക് അങ്ങോട്ട് ജസ്റ്റ് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് അടുത്തായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ഇട്ടു. അതൊന്ന് വാടി വരുമ്പോൾ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന കുഞ്ഞുള്ളിയില്ലേ, കൊച്ചുള്ളി, അത് കുറച്ച് ഇത്തിരി തോനെയുണ്ട് കേട്ടോ. ഞങ്ങൾ കൊച്ചുള്ളി ആകുമ്പം കുറച്ചും കൂടെ ടേസ്റ്റാണ്. അപ്പം കൊച്ചുള്ളി തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് വലിയ ഉള്ളി ഒരു 4 നിങ്ങൾക്ക് അതനുസരിച്ച് എടുത്താൽ മതി. കൊച്ചുള്ളി ഇല്ലെങ്കിൽ നമുക്ക് സവാള എടുത്താൽ മതി. ഞാനിപ്പോൾ 2 എടുത്തിട്ടുണ്ട്, 2 സവാളയും ബാക്കി കൊച്ചുള്ളിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളെ പൊന്നും കുഞ്ഞുമാണ് ഇവിടെ ഇരിക്കുന്നത്, എല്ലാവരും ഇവിടെ ഉണ്ട്. അവിടെ ഒരാളും നോക്കിക്കൊണ്ട് ഇപ്പോൾ ഉണ്ട്. ചിക്കൻ്റെ മണം തട്ടി വന്നതാണ്. നമ്മളവിടെ ഒരു അപ്പുണ്ട്, അപ്പുവാണ്. അത് കഴിഞ്ഞ് കൊച്ചുള്ളി ഒന്ന് വാടി വരട്ടെ. അപ്പോൾ കൊച്ചുള്ളി ഇത്തിരി ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് പിന്നെ സവാള ഇട്ട് കൊടുക്കാം, പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ടിട്ട് പറയാം. അപ്പോൾ ഇത് നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു കറിയാണ്. നിങ്ങളൊരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ ഇതിനേക്കാളൊക്കെ ഇതിൽ വയ്ക്കുന്ന ഒരു കാണും, പക്ഷേ ഇത് നമ്മൾ നല്ല നാടൻ രീതിയിൽ വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇതിനൊരു നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ അരപ്പിന് നല്ല ടേസ്റ്റാണ്. ഇവിടെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. സവാള നമ്മൾ ഇട്ട് കൊടുത്തു. പിന്നെ ഇതൊന്നും അങ്ങ് മൂത്ത് ചുമന്നൊന്നും പോണ്ട, നല്ലപോലെ വാടി വന്നാൽ മതി.
അപ്പോഴാണ് നമുക്ക് ആ കറിക്ക് അതിൻ്റേതായ ടേസ്റ്റ് കിട്ടുന്നത്. പിന്നെ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ നമ്മൾ ചിക്കൻ കറിയൊക്കെ വയ്ക്കുമ്പോൾ എണ്ണയിൽ തോനെ എണ്ണയൊക്കെ ഒഴിച്ച് നമ്മൾ നല്ല ഒരു ബ്രൗൺ ആക്കി എടുക്കുമല്ലോ. ഇതിപ്പോൾ അത്രയും അങ്ങനെയൊന്നും വേണ്ട. നമുക്ക് ഇത്തിരി തേങ്ങ വറുത്ത് അരച്ചെടുക്കുന്ന ഒരു ഇത്തിരി ബുദ്ധിമുട്ടേ ഉള്ളൂ. ഞാനിപ്പോൾ കല്ലിൽ അരച്ചുകൊണ്ടാണ്, നിങ്ങൾക്ക് മിക്സിയിലിട്ട് അടിച്ചെടുത്താൽ മതി. അടുത്ത് നമ്മൾ 2 തക്കാളി ഇട്ട് കൊടുത്ത് ഇപ്പം കണ്ടോ ഈ പരുവം കണ്ടോ, ഈ പരുവം. ഇതിനകത്ത് നമുക്ക് ഇത്തിരി മഞ്ഞപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട്, ഞാൻ മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സവാള വാടി വന്നപ്പോൾ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തായിരുന്നു ഒരു ലേശം. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പ് നമുക്ക് കഴുകി അതെല്ലാം കൂടെ നമ്മൾ അരപ്പ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വാടി വന്ന് നമ്മളൊന്ന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇച്ചിരി കൂടെ വെള്ളം ഒഴിക്കാം. ഇതെല്ലാം ഒരു ലേശം കൂടെ, ഒരുപാട് വെള്ളമൊന്നും ആയിപ്പോലും ഈ പരുവത്തിൽ നിന്ന് ഒരിത്തിരി കൂടെ വെള്ളം ഒഴിക്കാം. അപ്പോൾ നമ്മൾ അരപ്പ് നല്ല തിളച്ചങ്ങോട്ട് വന്ന് നല്ല തിളയ്ക്കുമ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കൻ, ഏതാണ്ട് ഒരു 1.5 കിലോ ചിക്കൻ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അത് 1.5 കിലോളം വരും. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് പേരുണ്ട്, നമുക്ക് പോയപ്പോൾ അതേ കിട്ടിയുള്ളൂ, താമസിച്ചാണ്. അപ്പോഴേ ഉള്ളത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ഇട്ട് കൊടുത്തു. നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് നമുക്ക് വേവിക്കുമ്പോൾ കുറേ കൂടെ വെള്ളം അതിൽ നിന്ന് ഊർന്നിറങ്ങും. ആ വെള്ളത്തിൽ നമുക്ക് വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കുമ്പോൾ വെച്ചാൽ ഇതിൻ്റെ പരുവമെന്ന് പറയുന്നത് നമുക്ക് അടപ്പെടുത്ത് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ട് പിന്നെ ഇതിൻ്റെ വേവെന്ന് പറയുന്നത് നമ്മൾ ആ എണ്ണ തെളിഞ്ഞ് വരും. ഇവിടെ തിരി ഓട്ടമൊക്കെ തുടങ്ങി. കുഞ്ഞുവിനെ അതിനകത്ത് എഴുത്തിക്കൊണ്ട് പോവുക. കണിക്ക് ഇതൊക്കെയാണ് ഇവിടെ പരിപാടികൾ. അപ്പോൾ അതവിടെ കിടന്ന് ഇങ്ങനെ വേവട്ടെ. ആ ടൈമിങ്ങിൽ 2-3 തേങ്ങ അടന്ന് വീണു. ഞാൻ പോയി അതൊക്കെ പറക്കിക്കൊണ്ട് വരാം. പിന്നെ അപ്പോൾ കണ്ടോ നമ്മളെ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് വെന്ത് അതിൻ്റെ എണ്ണ ഇങ്ങനെ മേല് തെളിഞ്ഞ് വരും. അതാണ് അതിൻ്റെ പരുവം. ഇറച്ചി വെന്തിട്ടുണ്ട്, കുറച്ചും കൂടെ ഒന്നും കൂടെ ആവട്ടെ. അതിൻ്റെ കറക്റ്റ് പരുവം ഞാൻ പറഞ്ഞു തരാം. കണ്ടോ ഇങ്ങനെ നിൽക്കണം, ഇതാണ് കറക്റ്റ് പരുവം. പിന്നെ നിങ്ങൾക്ക് കുറേ കൂടെ പറ്റിച്ചെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. നമുക്കിവിടെ കറി വേണം. അപ്പോൾ എല്ലാവരും ടേസ്റ്റ് നോക്കാനെ കൊണ്ട് വന്നിരിക്കുകയാണ്. ഒരു ഇലയിട്ടി നമ്മൾ കപ്പ വെച്ചായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക്, അതൊക്കെ വീഡിയോ വിട്ടുപോയി കേട്ടോ, എടുക്കാൻ ലോങ് ആയിപ്പോവും വീഡിയോ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ കപ്പയും കൂട്ടി നമ്മളെ വറുത്തരച്ച ചിക്കൻ കറി എല്ലാവരും ഇരുന്ന് കഴിക്കുകയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇതിങ്ങനെ വയ്ക്കുന്നത്. നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്തിട്ടില്ലാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം ഓരോരുത്തരൊക്കെ അർജൻറ്റായിട്ടൊക്കെ കുറേ പോകണം, അങ്ങനെ പക്ഷേ അതും ടേസ്റ്റ് നോക്കിയിട്ട് പോവുക. അപ്പം പിള്ളേർക്കൊക്കെ അങ്ങ് നല്ല സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻ്റ് ഇട്ട് നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക്